അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റതിൽ വൻ സുരക്ഷാ വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ജോ ബൈഡനെ പ്രതിക്കൂട്ടിൽ നിർത്തി റിപ്പബ്ലിക്കൻ അംഗങ്ങൾ. വിശദാംശങ്ങളുമായി പി ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. അല്പം ലേറ്റായി. നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ആമേഴഞ്ചാൻ തോട്ടിലെ കാര്യം അറിഞ്ഞല്ലോ. ജോയിയുടെ മൃതദേഹം കണ്ടെത്തി. അപ്പോൾ ആ വാർത്ത നിൽക്കുകയായിരുന്നു. അതെ പി അതെ മാത്രം അല്ലെങ്കിൽ ആ അഴുക്ക് പിടിച്ച തോട്ടിൽ എത്രയോ നേരമായി 47 മണിക്കൂറുകളായിട്ട് ഈ ദൗത്യ സംഘങ്ങൾ നിൽക്കുകയായിരുന്നു. അപ്പോൾ ജെയിംസ്, നമ്മുടെ വാർത്തയിലേക്ക്. അമേരിക്കയുടെ രാഷ്ട്രീയ രംഗം മുഴുവൻ വലിയ രീതിയിൽ ഞെട്ടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റു എന്നുള്ളത് അദ്ദേഹത്തിന് ഭാഗ്യം കൊണ്ടാണ്. തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ വലത് ചെവിയിലാണ് വെടിയുണ്ട തുളച്ചു കയറിയത്. വേറെ അദ്ദേഹത്തിൻ്റെ പിറകിൽ നിന്നിരുന്ന ആൾ കൊല്ലപ്പെട്ടു. വേറെ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. എന്തായാലും ഒരു റാലിക്കിടയിൽ ഇത്രയും വലിയ സംഭവം ഉണ്ടായതിൽ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ വെടിവെച്ച 20കാരനായിട്ടുള്ള തോമസ് ക്രൂക്ക് എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം തൊട്ടടുത്തുള്ള 140 മീറ്റർ അകലെയുള്ള കെട്ടിടത്തിൽ വന്ന് തോക്കുമായി, സെമി ഓട്ടോമാറ്റിക് ഗണ്ണുമായി നിൽക്കുന്നത് അവിടുത്തെ റാലിക്കിടയിൽ നിൽക്കുന്ന ആൾക്കാർ കണ്ടിരുന്നത്. തോക്ക് കണ്ടിരുന്നില്ല. പക്ഷേ അങ്ങനെ കാണുന്നതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥർ മൈൻഡ് ചെയ്തില്ല. അവസാനം ഇവർ കണ്ടെത്തി വരുമ്പോഴേക്കും അദ്ദേഹം വെടിവെച്ച് കഴിഞ്ഞിരുന്നു. 8 റൗണ്ട് വെടിവെച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ട്രംപ് പോഡിയത്തിൻ്റെ അവിടുത്തെ പ്രസംഗ പീഠത്തിൻ്റെ താഴേക്ക് കുനിഞ്ഞു നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതിൻ്റെ വിഷ്വലൊക്കെ വന്നതാണ്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അവർ പറയുന്നത് അദ്ദേഹത്തെ അറ്റ് എനി കോസ്റ്റ് അദ്ദേഹത്തിന് പ്രസിഡന്റ് ആവുന്നത് തടയണം, അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു ജോ ബൈഡൻ എന്ന ആരോപണം അവർ ഉന്നയിച്ചിരിക്കുന്നു. എന്തായാലും ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. ഈ തരത്തിലുള്ള ആക്രമണങ്ങളെ ഒരു തരത്തിലും അമേരിക്ക അനുകൂലിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഇത് വന്നിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ മുഴുവൻ ട്രംപിന് അനുകൂലമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. വെടിവെച്ച തോമസ് ക്രൂക്ക് 20 വയസ്സുകാരൻ, ഏറ്റവും വലിയ വിചിത്രമായിരിക്കുന്ന അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അനുഭാവിയാണെന്നുള്ളതാണ്. എന്നാണ് അദ്ദേഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വെളുത്ത വംശജനാണ്. വലിയ ഒരു ആശ്വാസമുള്ളത് ഇതൊരു കറുത്ത വംശജനാവല്ലേ വെടിവെച്ചത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഒരു പക്ഷേ അമേരിക്ക ഒരു വംശീയ കലാപത്തിലേക്കൊക്കെ പോകുമായിരുന്നു. എന്തായാലും ഗാന്ധിജിക്ക് വെടിയേറ്റപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് അന്യമതസ്ഥനാവല്ലേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു പോയെന്നാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്ത് വലിയ രീതിയിലുള്ള വർഗീയ കലാപത്തിൽ അപ്പോൾ അതുപോലെ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാവുന്നത്. ഈ ഗസയിലെ ഇസ്രേലി ആക്രമണത്തിൽ 17 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നത്. സ്കൂൾ അഭയാർത്ഥി ക്യാമ്പിൽ എവിടെയോ ആണ് ഈ വെടിവെപ്പൊക്കെ നടന്നതെന്ന് പറയുന്നു. എന്താണ് വിവരങ്ങൾ പി ജെയിംസ്? UN കീഴിലുള്ള ഗസയിലെ സ്കൂളിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് ഇസ്രായേലി സൈന്യം വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിട്ടുള്ളത്. ആ ഒരു സ്ഥലത്ത് മാത്രം 17 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് 12 പേർ കൊല്ലപ്പെട്ടു. നിരവധി സ്ഥലങ്ങളിൽ ഇസ്രായേൽ സൈന്യം തുരുതുര ബോംബ് വർഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഓർക്കുന്നുണ്ടാവും 115 പേർ കൊല്ലപ്പെട്ടത്. അതിൽ 90 പേർ മലാവസി എന്ന സ്ഥലത്ത് തന്നെയാണ് കൊല്ലപ്പെട്ടത്. അതിൽ ഹമാസിൻ്റെ ഒരു സൈനിക തലവൻ, ഖാൻ യൂണിസിലെ സൈനിക തലവൻ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും യഥാർത്ഥത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകളെ അട്ടിമറിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം തീരുന്ന ലക്ഷണങ്ങൾ കാണുന്നില്ല. എപ്പോഴൊക്കെ വെടിനിർത്തലുള്ള സാധ്യതകൾ തെളിയുന്നുണ്ടോ വലതുപക്ഷ തീവ്രവാദികളായിട്ടുള്ള ഇസ്രായേലിലെ സിയനിസ്റ്റുകളും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ചേർന്ന് ഇതൊക്കെ അട്ടിമറിക്കുന്നതാണ് കാണുന്നത്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരും പിടിവാശി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇസ്രായേലിലെ ഹമാസ് യുദ്ധത്തിൽ 38,600 പേർ കൊല്ലപ്പെട്ടു എന്ന സങ്കടകരമായ വാർത്ത കൂടി ഇതോടൊപ്പം വരുന്നുണ്ട്. താങ്ക് യു പി ജെയിംസ്. ഇനി വിദേശ വാർത്തകൾ നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ.